അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെ നാം നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്ത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ ആണെന്നും ആ ഷർത്ത് ശരിയാവണമെങ്കിൽ വുളൂഇൻ്റെ ഷർത്തും കുളിയുടെ ഷർത്തും ഫർളും സുന്നത്തുമൊക്കെ പഠിക്കണമെന്നുമൊക്കെ പറഞ്ഞു. കാരണം അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ ഒന്നുകിൽ വുളൂ വേണം, അല്ലെങ്കിൽ കുളി വേണം. ചെറിയ ശുദ്ധിയാണെങ്കിൽ വുളൂ കൊണ്ട് ശുദ്ധിയാകും, വലിയ ശുദ്ധിയാണെങ്കിൽ കുളി കൊണ്ട് ശുദ്ധിയാകും. അപ്പോൾ അത് രണ്ടും പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇന്നലെ നാം പറഞ്ഞ വുളൂഇൻ്റെ 2 ഷർത്തുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഷർത്ത് വെള്ളത്തിന് പകർച്ച വരുത്തുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക എന്നതാണ്. അതേപോലെ നാലാമത്തെ ഷർത്ത് കഴുകുന്ന അവയവത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയിൽ മറയില്ലാതിരിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ മഷി, ചുണ്ണാമ്പ്, കുഴമ്പ് പോലെയുള്ള വസ്തുക്കളൊന്നും അവയവത്തിൽ ഉണ്ടാവരുത് എന്നത് വുളൂഇൻ്റെ നിബന്ധനയാണ്. അതൊക്കെയും വുളൂഇനെ തടസ്സം ചെയ്യും. അതോടൊപ്പം തന്നെ നാം കൂട്ടി വായിക്കേണ്ടത് ചില മൈലാഞ്ചികൾ, അതും ഈ ഇനത്തിൽ പെടുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നിസ്കാരത്തിൻ്റെ ഷർത്തിൽ നിന്ന് 4 കാര്യവും പറഞ്ഞു. ഇനി 5-മതൊരു കാര്യം കൂടിയാണ് ബാക്കിയുള്ളത്. ആ 5-മത്തെ കാര്യം, നിത്യ അശുദ്ധിയുള്ളവർക്ക് വുളൂ ചെയ്യാൻ സമയം ആയി എന്നറിയണം. ആരാണ് നിത്യാശുദ്ധിയുള്ളവർ? അനിയന്ത്രിതമായി മൂത്രം പോകുന്ന മൂത്രവാർച്ചക്കാരെ പോലെയുള്ള രോഗികൾ, അതല്ലെങ്കിൽ ഇസ്തിഹാലത്ത് രോഗമുള്ളവർ, അതുമല്ലെങ്കിൽ കീഴ്വായു നിൽക്കാതെ പോകുന്ന ഒരു രോഗി. ഇങ്ങനെയുള്ള ആളുകൾക്ക് വുളൂ ചെയ്യണമെങ്കിൽ നിസ്കാരത്തിന് സമയമായി എന്നറിയണം. അപ്പം ഈ 5 ഷർത്തുകൾ ഒത്താൽ മാത്രമേ വുളൂ ശരിയാവുകയുള്ളൂ. വുളൂ ശരിയായാലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. ഇനി വുളൂഇൻ്റെ ഷർത്ത് മാത്രം ശരിയായാൽ മതിയോ? പോരാ. വുളൂഇൻ്റെ ഫർളും കൃത്യമായി അറിഞ്ഞിരിക്കണം. ഈ വുളൂഇൻ്റെ ഷർത്തുകൾ തന്നെയാണ് കുളിയുടെ ഷർത്തും എന്ന കാര്യം ഞാൻ ഇപ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം കുളിയുടെ കാര്യം പറയുന്ന സ്ഥലത്ത് ഷർത്തുകൾ പറയാനില്ല. അത് ഇതേ ഷർത്ത് തന്നെയാണ് കുളിക്കും ബാധകമായത്. അപ്പോൾ വുളൂഇൻ്റെ ഫർളുകൾ ഏതൊക്കെയാണ്? വുളൂഇൻ്റെ ഫർളുകൾ 6 എണ്ണമുണ്ട്. ഒന്ന് നിയ്യത്ത് ചെയ്യലാണ്. 2-മത്തേത് മുഖം കഴുകലാണ്. എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഏതാണ് മുഖം? വുളൂഇൽ മുഖം എന്ന് പറയുന്നത് സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ അറ്റം വരെയും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയും ആണ്. അപ്പൊ രോമം മുളക്കുന്ന സ്ഥലത്ത് മുഖം കഴുകാൻ തുടങ്ങുന്ന സമയത്താണ് നിയ്യത്ത് വെക്കേണ്ടത്. എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? വുളൂ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം, അല്ലെങ്കിൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു നിയ്യത്ത് ചെയ്ത് വുളൂ എടുക്കാൻ ആരംഭിക്കുക. മുഖം കഴുകിയ ശേഷം 3-മത്തെ ഫർളായ 2 കൈ മുട്ടോടുകൂടി കഴുകുക. 4-മത്തെ ഫർള് തലയിൽ നിന്ന് അല്പം തടവുക. 5-മത്തെ ഫർള് കാല് 2ഉം ഞെരിയാണിയോടുകൂടി കഴുകുക. 6-മത്തെ ഫർള് ഒരു പ്രവൃത്തിയല്ല, മറിച്ച് ഈ പറഞ്ഞ സംഗതികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക, ക്രമപ്രകാരം ചെയ്തു കൊണ്ടുവരിക. അല്ലാതെ ഒരാൾ മുഖം കഴുകിയിട്ട് ഉടനെ കാല് കഴുകാൻ പറ്റൂല, കാല് കഴുകിയ ശേഷം തല തടവാൻ പറ്റൂല. അങ്ങനെ ക്രമം തെറ്റിച്ചുകൊണ്ട് ചെയ്യൽ വുളൂ ശരിയാവുകയില്ല. വുളൂഇൻ്റെ നിബന്ധനയാണ് ഈ പറഞ്ഞ വുളൂഇൻ്റെ ഫർളാണ് ഈ പറഞ്ഞ കാര്യം.
ആ പറഞ്ഞ ക്രമത്തിൽ തന്നെ ചെയ്തു പോരണം. ഇതാണ് 6ാമത്തെ ഫർള്. അപ്പോൾ ഷർത്ത് പഠിച്ചു, ഫർള് പഠിച്ചു, കുളിയുടെ ഷർത്തും പഠിച്ചു. ഇനി കുളിയുടെ ഫർള് ഏതാണ്? കുളിയുടെ ഫർളിലും 1ാമത്തത് നിയ്യത്ത് തന്നെയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണല്ലോ. അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ്. അപ്പോൾ കുളിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യണം. എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് കുളിയുടെ ഫർളിൽ നിന്ന് ബാക്കിയുള്ള ഒന്നും നിയ്യത്ത് എന്താണെന്നും മറ്റുള്ള സുന്നത്തുകളും കാര്യങ്ങളുമൊക്കെ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.